ഹായ്, വെൽക്കം ബാക്ക്. നമുക്കിന്നൊന്ന് നാടൻ ഉച്ചഭക്ഷണം തയ്യാറാക്കിയാലോ. അതിനായിട്ട് കുറച്ച് മുരിങ്ങയില, ഒരു വാഴക്കൂമ്പ്, ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. പപ്പായ തൊലി കളഞ്ഞ് വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി ചതച്ചതും, ഒരു 3 പച്ചമുളകും, ഒരു 4 പീസ് വെളുത്തുള്ളിയും, ആവശ്യത്തിന് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് താളിക്കാനായിട്ട് അതിലേക്കിടാം. നമ്മളെ ചട്ടിയിലേക്കിടാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമ്മൾ പപ്പായ അരിഞ്ഞ് വെച്ചിരുന്ന പപ്പായ ഇതിലേക്കിടാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് വലിയ വേവുള്ള സാധനമല്ല. ഇത് നമ്മൾ ആ ഭക്ഷണത്തിൽ എന്നും ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. നല്ല ഗുണമുള്ളതാണ്. ഷുഗർ പേഷ്യൻറ്റിനൊക്കെ വളരെ പച്ച പപ്പായ വളരെ നല്ലതെന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും ഇത് മാക്സിമം ഇതെല്ലാം കഴിക്കാൻ നോക്കണം കേട്ടോ. ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. വളരെ കൂടുതൽ വേവുള്ള സാധനമല്ല. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി കൂടി ഇടാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. കാരണം ഏതാണ്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മളെ തോരൻ, വാഴക്കൂമ്പ് തോരൻ വേണ്ടിയിട്ട് ഞാൻ തോരൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് അരപ്പ് തയ്യാറാക്കാം. ഞാനൊരു 1/4 മുറി തേങ്ങ ചിരകിയതും, 3 പച്ചമുളകും, 2-3 ചെറിയ ഉള്ളിയും, വെളുത്തുള്ളി, അല്പം പെരിഞ്ചീരകവും ഇതിലേക്ക് ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈ പെരിഞ്ചീരകം ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ കൂമ്പ് തോരന് നല്ല ടേസ്റ്റായിരിക്കും. പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അല്പം കടുകിടാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടാം. ഇനി 1 ടീസ്പൂൺ ഉഴുന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിതിലേക്കിടാം. കാരണം ഉഴുന്ന് ഈ തോരന് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാക്കും. ബ്രൗൺ കളറായതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന വാഴക്കൂമ്പ് ഇതിലേക്കിടാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഇതിലും വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ആവിയിൽ തന്നെ വെന്ത് വരും. ഒന്ന് അടച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി അല്പം ഇട്ടിട്ടുണ്ട്. അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വയ്ക്കാം. കാരണം ആവിയിൽ വെന്ത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ അരപ്പ് തയ്യാറായിട്ടുണ്ട്. അതും ഒന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമുക്കിതിലേക്കിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പും ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ട് ഇനി അരപ്പ് ഇതിലേക്കിടാം. ഒരുപാട് തേങ്ങയൊന്നും വേണ്ടി വരില്ല. കുറച്ച് തേങ്ങ മതിയാവും. എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവും. ഒരുപാട് തേങ്ങയൊന്നും ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് വരില്ല. അപ്പം നമ്മൾ തോരനും അങ്ങനെ വാഴക്കൂമ്പ് തോരനും തയ്യാറായിട്ടുണ്ട്. ഞാൻ വേറൊരു പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുക്, അല്പം ഉലുവ ഇടാം നമുക്കാദ്യം. ഞാനൊരു മോര് കറിയാണ് അടുത്തത് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഉലുവയിട്ട് അത് കഴിഞ്ഞ് കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ഉണക്കമുളകും ഇട്ട് അതും ഒന്ന് ബ്രൗൺ കളറായതിന് ശേഷം പിന്നെ നമ്മൾ ഒരു തണ്ട് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മോര് കറിക്ക് മിക്സിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് അതും നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് അടുത്തത് നമ്മളെ മുരിങ്ങയില തോരൻ അത് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാം. കടുകിട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇടാം. അതും റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ മുരിങ്ങയില, അരിഞ്ഞു വെച്ചിരുന്ന മുരിങ്ങയില ഇതിലേക്കിടാം. അല്ല, അതിന് മുമ്പായിട്ട്
ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് അതുകൂടി ഇട്ടതിന് ശേഷം നമ്മൾ മുരിങ്ങയില ഇടാം. മുരിങ്ങയില ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ മുരിങ്ങയില ശരിക്കും നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇത് വളരെ അങ്ങ് കുറച്ചാവും. ഒരു 2 പ്രാവശ്യം ഒന്ന് ഇളക്കുമ്പോൾ തന്നെ ഇതങ്ങ് വളരെ കുറച്ചാവും. അങ്ങനെ ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി ഇടാം. അതും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ അരപ്പിടാം. കണ്ട, മുരിങ്ങയില നമ്മൾ ഒരുപാട് എടുക്കും, പക്ഷേ നമ്മൾ ശരിക്ക് പാത്രത്തിലേക്ക് ഇട്ട് ആവി കയറുമ്പോൾ തന്നെ അതങ്ങ് വളരെ കുറച്ചാവും. ഇനി നമ്മൾ അരപ്പ് അതിലേക്കിടാം. അങ്ങനെ നമ്മളെ മുരിങ്ങയില തോരൻ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് നോക്കാം. നല്ല നാടനരി ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ല നാടനരി ചോറും നമ്മളെ നാടൻ ഭക്ഷണമാണ്. ഇന്ന് ഫുള്ള് നമുക്ക് നാടൻ ഭക്ഷണമാണ്. എന്ത് ടേസ്റ്റാണെന്നാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഞാൻ ചോറ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ തോരൻ എല്ലാം ഓരോന്നായിട്ട് എടുക്കാം. ആദ്യം വാഴക്കൂമ്പ് തോരൻ എടുത്തിട്ടുണ്ട്. ഇനി മുരിങ്ങയില തോരൻ എടുക്കാം. എല്ലാം നല്ല ചൂടാണ്. ഇപ്പോഴും നല്ല മഴക്കാലവും കൂടിയല്ലേ, നല്ല ടേസ്റ്റായിരിക്കും എല്ലാ വിധത്തിലും. പപ്പായ മെഴുക്ക് പുരട്ടിയും എടുത്തിട്ടുണ്ട്. ഞാനൊരു ഉണക്കമീനും കൂടെ പൊരിച്ചിട്ടുണ്ട്. മോര് കറിക്ക് ഉണക്കമീൻ ഭയങ്കര കോമ്പിനേഷനാണ്, നല്ല കോമ്പിനേഷനാണ്. ഒരു തൈര് മുളകും കൂടി വറുത്തതെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മോര് കറിയും ഒഴിച്ച് നമ്മളെ ഇന്നത്തെ ഉച്ചഭക്ഷണം അടിപൊളിയാക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ ബൈ.